ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വരുന്നത്. അതായത് കേരള PSCയുടെ ആനുവൽ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് 2025 വർഷത്തിലേക്കുള്ള കേരള PSCയുടെ എക്സാമുകളുടെ ടൈം സ്ലോട്ടാണ് ഈ ആനുവൽ കലണ്ടർ എന്ന് പറയുന്നത്. അപ്പം ഈ വർഷം നടക്കാൻ പോകുന്ന എല്ലാ എക്സാമുകളും എന്നൊക്കെയാണ് നടക്കുന്നതെന്നുള്ള ഏകദേശ ഒരു ഡേറ്റാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകളെല്ലാം നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലാദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത് 276/2024 കാറ്റഗറി നമ്പർ വരുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയാണ്. ഇതിൻ്റെ എക്സാം സ്ലോട്ട് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ 2025 വരുന്ന ഏകദേശ ഡേറ്റ്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ജാനുവരി ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 8 months ആണ് നമുക്ക് മുന്നിൽ ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൈം. ഇനി അടുത്തതെന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 595/2024 ആണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇതിൻ്റെയും എക്സാം സ്ലോട്ട് വന്നേക്കുന്നത് നമ്മൾ മേളിൽ പറഞ്ഞിട്ടുള്ള അതേ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ എക്സാം സ്ലോട്ട് തന്നെയാണ്. അതായത് ഓഗസ്റ്റ് ടു ഒക്ടോബർ 2025 പറഞ്ഞേക്കുന്നത്. മോസ്റ്റ് പ്രോബബിളി ഈ രണ്ട് എക്സാമും ചിലപ്പോൾ ഒരുമിച്ച് നടക്കാനും സാധ്യതയുണ്ട് ചിലപ്പോൾ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ വന്നേക്കുന്നത് 466/2024 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തന്നെയാണ്. അത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ്. ഇതിൻ്റെ എക്സാം സ്ലോട്ട് എന്ന് പറയുന്നത് സെപ്റ്റംബർ നവംബർ ആണ് വന്നിട്ടുള്ളത് 2025. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം 9 മാസമാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 8-9 മാസം തൊട്ട് നമുക്ക് ഉള്ള എക്സാമുകളൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി എനിക്കൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാനുള്ളത്, അതായത് ജാനുവരി 15, 2025 ജാനുവരി 15, 2025 മുൻപേ ഇപ്പോൾ PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ള എക്സാമുകളിലെ ടൈം സ്ലോട്ടിലുള്ള എക്സാമുകളിലെ എല്ലാം സിലബസ് അപ്ഡേറ്റ് ചെയ്യും എന്നാണ് കേരള PSC ഇപ്പോൾ അറിയിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ അത് പ്രകാരം നമുക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നേരത്തെ നമുക്ക് ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ കൺഫർമേഷൻ പോയിന്റ് നിൽക്കുമ്പോൾ, അതായത് എക്സാമിൽ നിങ്ങൾ വിദ്യാർത്ഥികൾ എക്സാം എഴുതുന്നുണ്ടോ എന്ന് PSC ഒരു മെസ്സേജായിട്ട് കൺഫർമേഷൻ കൊടുക്കുന്ന ഒരു പോയിന്റിലാണ് അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ വരത്തുള്ളായിരുന്നു. അപ്പോൾ ഇപ്പോൾ എടുത്ത ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 6-8 മാസം മുമ്പേ, എക്സാമിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലബസ് എന്താണെന്നും അതിൻ്റെ സിലബസിലെ ടോപ്പിക് എന്താണെന്നും ആവശ്യമുള്ളത് എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു അവസരമാണ് ഇപ്പം വന്നു ചേർന്നിട്ടുള്ളത്. നേരത്തെ നോക്കുകയാണെങ്കിൽ ഒരു 3 months ഒക്കെ ടൈമേ കിട്ടത്തുള്ളായിരുന്നു പഠിക്കാൻ. ഈ കൺഫർമേഷൻ വന്നു കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും, എക്സാം വരുമായിരുന്നു. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ പഠിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പം അത്യാവശ്യം നേരത്തെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുക. ഈ 8 മാസം ഉണ്ട് അല്ലെങ്കിൽ 9 മാസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലാഗ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പെട്ടെന്നായിരിക്കും ഇപ്പം 8 മാസമൊക്കെ അങ്ങ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. ഏണസ്റ്റ് അക്കാഡമി ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ കോച്ചിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ അതിനകത്ത് ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ഡൗട്ട് ക്ലിയർ സെഷൻസ് ഉണ്ടാവും, മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും, മോഡൽ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബാച്ചുകൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് നമ്മുടെ എക്സാമിൽ റാങ്ക് ലിസ്റ്റ് കിട്ടിയ ഉദ്യോഗാർത്ഥികളുടെയാണ് ഈ ഫോട്ടോ എല്ലാം വെച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. മെയിനായിട്ടും 1 and 2 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ മാത്രമാണ് ഈ ഫോട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ അവസരം ഉണ്ടാവട്ടെ എന്ന്, ഈ വർഷം തന്നെ അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ടൊരു വെബിനാർ ഉടൻ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യും. വൺസ് സിലബസ് ഒന്ന് പബ്ലിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിലബസിൽ എന്തൊക്കെ കണ്ടൻറ്റാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്നും അതുപോലെ തന്നെ എന്തൊക്കെ റെഫറൻസ് ബുക്കുകളാണ് നോക്കേണ്ടത്, നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കും, പഠിക്കേണ്ടതിനുള്ള സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫ്രീ വെബിനാർ ആയിരിക്കും അത്. അപ്പോൾ ആ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും അതുപോലെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെ നമ്മളൊരു ഫോം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഫിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.